ഒരു ദിവസം നമ്മൾ ഈ ശരീരം പോയി കഴിഞ്ഞിട്ടും നമുക്കെല്ലാം ഇതുപോലെ ഒരു കൂട്ടായ്മ വേണ്ടേ? അതുകൊണ്ട് തീരുമോ? ഇപ്പൊ ഇന്നോ നാളെയോ ഉള്ള ആരെങ്കിലും ആദ്യം 1, 2 ഒക്കെ ആയിട്ട് പോയി അടക്കപ്പെടുമായിരിക്കും. പക്ഷെ അതിനുശേഷം നമ്മൾ ഒന്നിച്ച് ഇതേ രൂപത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിക്കുന്ന നിത്യമായിരിക്കുന്ന ഒരു വാസമുണ്ട്, ഇല്ലേ? അല്ല പിന്നെ നമ്മൾ എന്തിനാ യോഗം കൂടുന്നത്? ഈ ലക്ഷ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ എന്തിനാ യോഗം കൂടുന്നത്? നമുക്ക് ചീട്ട് കളിക്കാൻ പോയിക്കൂടെ? നമുക്ക് എന്താണ് കള്ള് ഷാപ്പിൽ പോയിരുന്നു കൂടെ? എന്താ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നവർക്ക്? പക്ഷെ നോക്ക്, നമുക്കൊരു പ്രത്യാശ ഉണ്ടെന്ന് അറിയാമോ? ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാല് ആ യേശുക്രിസ്തു വന്നാല് എന്താണ്, നമ്മുടെ ഈ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി വരുമായിരിക്കുന്ന ലോകത്തിൽ ഇതിപ്പോ നാളെ തീർന്നു പോകുന്നത് അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ സ്ഥിരമായിരിക്കുന്ന വാസം ഇവിടെ അല്ല, ആണോ? നിത്യവും സ്ഥിരമായിരിക്കുന്ന ഒരു വാസം ഭൂമിയിലെ ജീവിതത്തിന് ശേഷമാണ്. അപ്പോൾ ആ സ്ഥിരമായിരിക്കുന്നതും അല്ലെങ്കിൽ മായ അല്ലാത്ത ഒരു ജീവിതം എവിടെയാണെന്ന് അറിയാമോ? ഈ ഭൂമിയിലെ ജീവിതം മായ, ഭൂമി മായ എന്ന് വെച്ചാൽ മാഞ്ഞു പോകുന്നത്, ആകാശം മായ, മാഞ്ഞു പോകുന്നത്. മറ്റൊരു പറഞ്ഞു യൗവനവും ലാവണ്യവും മായയാണ്. ഈ ലാവണ്യവും സൗന്ദര്യവും മായയാണ്. അപ്പൊ എന്താണ്, ഈ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാം മായ. ഈ കവികളുടെ മനോഹരമായിരിക്കുന്ന ചന്ദ്രിക ഇല്ലേ, ഇതല്ലേ, ഉദയ സൂര്യന്, അസ്തമയ സൂര്യന്, ഈ പ്രകൃതി ഭംഗികള്, ഇതെല്ലാം മായ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ വീടും നഷ്ടപ്പെട്ടു, ഇല്ലേ? ഇതെല്ലാം ഇല്ലാതായിട്ട് തീരും. നമ്മുടെ ശരീരം നാളെ ഇല്ലാതായിട്ട് തീരും, അല്ലേ? അപ്പൊ ഇതെല്ലാം മായ. ഇപ്പൊ കാണുന്നതും നാളെ ഇല്ലാതായിട്ട് തീരുന്നതിനെയുമാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിലെ രാജ്യത്വങ്ങള് നമുക്കറിയാം, രാജാക്കന്മാര് വരുന്നു, ലോകം മുഴുവൻ കീഴടക്കാനായിട്ട് വരുന്നില്ലേ? ഹിറ്റ്ലർ വരുന്നു, ഇല്ലേ? മുസോളിനി വരുന്നു. അങ്ങനെ ഒത്തിരി രാജാക്കന്മാര് ലോകം മുഴുവൻ കീഴടക്കണമെന്ന് ആഗ്രഹത്തോട് വരുന്നു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, MLA, MP ഒക്കെ ആകുന്നു, അല്ലേ? എല്ലാവരും വരുന്നു. ഒരു LC എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഗമയെന്നറിയാം ആൾക്കാർക്ക്, ലോക്കൽ സെക്രട്ടറി എന്ന് പറയും. എന്താ ഗമയെന്നറിയാമോ? പക്ഷെ എന്താണ് അവര് വിചാരിക്കുന്നതാണ് ഇത് തീർന്നു പോകുന്നത്, ഒരുവന്റെ പ്രവൃത്തി തീരാറായി. 10, 15, 14 വർഷം അല്ലെങ്കിൽ 12 വർഷം അല്ലെങ്കിൽ എന്താണ് പ്രധാനമന്ത്രി പദമായിട്ടിരിക്കും, തന്റെ ജീവിതത്തിൽ എന്താണ് ആ പ്രവൃത്തി തീരാൻ പോവുകയാണ്. അപ്പോൾ അധികാരങ്ങളാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, സമ്പത്താകട്ടെ, സൗന്ദര്യമാകട്ടെ, എല്ലാം ഒരു ദിവസം മാഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിനെ അല്ല ദൈവം നമുക്ക് വേണ്ടി ദൈവം നമുക്ക് തരുന്ന മായായിരിക്കുന്ന ഒന്നല്ല, മായയല്ലാത്തതും സ്ഥിരമായിരിക്കുന്നതുമായിരിക്കും ഒരു നിത്യഭവനം ദൈവം ഒരുക്കിയിരിക്കുന്നുണ്ട്. ആ ഭവനത്തിനെ കാത്തുകൊണ്ട് ഓടാൻ ദൈവം നമ്മളെ വിളിച്ചു. അല്ലാതെ നമ്മുടെ ക്രിസ്തീയ വേലയ്ക്ക് ഒരു പ്രയോജനമില്ല. നമ്മുടെ സുവിശേഷ വേല മറ്റൊന്നുമല്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും ആയി തീരുന്ന സുവിശേഷമേ അല്ല, ആണോ? അല്ല. യേശുക്രിസ്തുവിനോട് കൂടെ നിത്യവാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം വെച്ചാൽ ഇപ്പൊ നമ്മളിവിടെ ആയിരിക്കുന്നവരും നമ്മുടെ ചാർച്ചക്കാരും അവരൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ്, നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ഒന്നിച്ചു ചേരുന്ന ദിവസമുണ്ട്. പ്രിയപ്പെട്ട പാട്ടുകാരൊക്കെ അതിനെപ്പറ്റി ഒത്തിരി പാടുണ്ട്. മുന്നേ കടന്നുപോയവര് ഇപ്പോൾ ഭൂമിയിലിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോഴെന്താണ്, ഒരപ്പൻ മകനെ കാത്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്താണ്, ഒരമ്മ തന്റെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന പോലെ നമ്മുടെ മുമ്പേ കടന്നുപോയ നമ്മളെ സ്നേഹിച്ച വിശുദ്ധന്മാര് നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നു വരാൻ വേണ്ടി അവർ കാത്തിരിക്കണം. അവരവിടെ വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷം നമ്മൾ പ്രാപിക്കണം, പ്രാപിച്ചവരെ സൂക്ഷിക്കണം, പ്രാപിക്കാത്തവരെ പ്രാപിക്കണം.